രാജ്യത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയമാണ് ഇന്ന് സമ്മേളനം അംഗീകരിച്ചത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. ഒരു ദിവസം തന്നെ 86 സ്ത്രീകൾ ഇന്ത്യയിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. അതിൽ 10 എണ്ണം ദളിത് വിഭാഗത്തിൽപ്പെടുന്ന സഹോദരിമാരാണ്. ഓരോ മണിക്കൂറിലും 50 സ്ത്രീകൾ രാജ്യത്ത് ആക്രമണത്തിന് ഇരയാകുന്നു. രാജ്യത്തെ 35% വരുന്ന സ്ത്രീകൾ കുടുംബത്തിനകത്ത് ഭർത്താവിനാലോ ഭർത്താവിൻ്റെ ബന്ധുക്കാരോ ആരോ ആക്രമിക്കപ്പെടുന്നു. ഇത് വളരെ അപകടം പിടിച്ച ഒരു സ്ഥിതിയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ ഏജൻസികളും നടക്കുന്ന പഠനത്തിൽ ഇന്ത്യ രാജ്യത്ത് സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത നാടായി മാറിത്തീരുക എന്നുള്ളതാണ്. ഇനി ഇതിൽ ശിക്ഷിക്കപ്പെടുന്ന കേസുകൾ എടുത്തു നോക്കിയാൽ 20% വരുന്ന താഴെ വരുന്ന കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത്. നിർഭയ സംഭവത്തിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് അന്ന് നിയോഗിച്ച വർമ്മ കമ്മീഷൻ്റെ സുപ്രധാനങ്ങളായിട്ടുള്ള ഒരുപാട് ശുപാർശകളുണ്ടായിരുന്നു. ആ ശുപാർശകളൊന്നും തന്നെ പൂർണ്ണമായും നടപ്പിലാക്കുവാൻ ഇന്ത്യൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഇതൊരു ഭാഗം. മറ്റൊരു ഭാഗം, നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് രാജ്യത്തെ സ്ത്രീകളെ കൊണ്ടുപോകുന്ന പ്രവണതയും ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസമോ ആരോഗ്യമോ അല്ലെങ്കിൽ അവരെ തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലോ തികഞ്ഞ അലംഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അധികം സ്ത്രീകൾ പണിയെടുക്കുന്ന തൊഴിലുറപ്പ് മേഖലയടക്കം കേന്ദ്ര ഗവൺമെൻറ് അട്ടിമറിക്കാൻ പോകുന്നു. ഈ പട്ടിണി രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 24 കോടിയോളം വരുന്ന ആളുകൾ രാജ്യത്ത് പട്ടിണി കിടക്കുന്നു. അതിൽ മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകളാണ്. ഇന്ത്യയിലെ 55% വരുന്ന സ്ത്രീകൾ വിളർച്ച രോഗമുള്ളവരാണ്. 21% വരുന്ന കുഞ്ഞുങ്ങൾ പല രൂപത്തിൽ പോഷകാഹാരത്തിൻ്റെ കുറവ് മൂലം കഷ്ടപ്പെടുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. അതിനെല്ലാം പുറമെ കുടുംബത്തിനകത്ത് സ്ത്രീകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ജോലിഭാരം വലിയ തോതിൽ വർദ്ധിക്കുന്നു. ഇപ്പോൾ SBI അടിത്തറ നടത്തിയ ഒരു പഠനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, GDP-യുടെ 7.5% വരുന്ന തുകയ്ക്ക് കണക്കാക്കുന്ന ജോലി ഇന്ത്യയിലെ സ്ത്രീകൾ ഒരു വർഷം ചെയ്യുന്നു. 22-23 ഒരു കണക്ക് പുറത്തു വന്നപ്പോൾ 22.5 ലക്ഷം രൂപയുടെ ജോലി കുടുംബത്തിനകത്ത് സ്ത്രീകൾ ചെയ്യുന്നു. അത് കുടുംബാംഗങ്ങളെ പരിചരിക്കൽ, പ്രായമായ ആളുകളെ സംരക്ഷിക്കൽ, കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുപ്പ്, പുറത്തു പോയി ഈ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങൽ, ആശുപത്രിയിലെ കൂട്ടിരിപ്പ്, ഇതെല്ലാം കൂടെയാണ്. ഇതൊക്കെ കൂലിയില്ലാത്ത ജോലികളാണ്. അപ്പം അങ്ങനെ വലിയ തോതിൽ കുടുംബത്തിനകത്ത് സ്ത്രീകൾ അവരുടെ ജോലിഭാരത്തിന് വലിയ വർധനവ് വരുന്നു, നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരുന്നു, പട്ടിണി ഉണ്ടാകുന്നു. എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും, അത് ഇപ്പോൾ വർഗീയതയുടെ ഭാഗമായി ഉയർന്നു വരുന്ന വിഷയങ്ങൾ, കാലാവസ്ഥ വ്യതിയാനമടക്കം അതിൻ്റെ അടക്കം ദുരന്തം ഏറ്റവും അധികം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് രാജ്യത്തെ സ്ത്രീകൾക്കാണ്. അപ്പോൾ ഇന്ത്യയിൽ സ്ത്രീകളുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ, ആ പദ്ധതിക്ക് നീക്കിവെക്കുന്ന സംഖ്യ അവർ പൂർണ്ണമായും ചെലവഴിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം നോക്കിയാൽ, ഇപ്പോൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആ പദ്ധതിക്ക് വേണ്ടി നീക്കിവെക്കുന്ന സംഖ്യയിൽ അത് 25% പോലും ചെലവഴിക്കുന്നില്ല. ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ അക്ഷരാഭ്യാസമില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഇപ്പോൾ കുംഭമേളയിൽ ഇന്ന് വലിയ തോതിൽ വാർത്തയിൽ ഇടം നേടിയ മൊണാലിസ എന്ന് പറയുന്ന കുഞ്ഞടക്കം പറഞ്ഞാൽ നമ്മൾ കേട്ടു, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ ഗ്രാമത്തിൽ ആരും നല്ലൊരു ശതമാനം ആളുകൾക്കും പഠിക്കാനുള്ള അവസരം നിഷേധിക്കുന്നു എന്ന്. ഇതാണ് ഇന്ത്യയുടെ ഒരു ചിത്രം. എന്നാൽ ഇതിന് നേർവിപരീതമായിട്ടുള്ള സ്ഥിതിയാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ നമ്മുടെ കൊച്ചു കേരളത്തിൽ. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ തലങ്ങളിലും സ്ത്രീകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ബഡ്ജറ്റിൽ 20.63% തുക നീക്കിവെക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് 7.8% തുക ചൈൽഡ് ബജറ്റിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് നീക്കിവെക്കുന്നു. കുറ്റവാളികളെ കൃത്യമായി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നു. ഒരുപാട് ക്ഷേമ പദ്ധതികൾ സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവരുന്നു. കുടുംബശ്രീ എന്ന ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തിന് വലിയ പരിഗണന കൊടുക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വലിയ പ്രാധാന്യം കേരളത്തിൽ കൊടുക്കുന്നു. അങ്ങനെ വലിയ പരിഗണനകൾ നൽകി സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നേടിയെടുത്ത നേട്ടങ്ങൾ തകരാതെ കാത്തു സൂക്ഷിക്കുക. ഈ പ്രമേയത്തിലൂടെ ഞങ്ങൾ പറയുന്നുണ്ട്, സമീപകാലത്ത് വന്നിട്ടുള്ള ചില സംഭവങ്ങൾ വലിയ ആശങ്ക ഉളവാക്കുന്നു. കൊലപാതകം, ഇപ്പോൾ പുതിയ തലമുറ അക്രമ പ്രവർത്തനത്തിലേക്ക് തിരിയുന്നു, ലഹരി അടക്കം വലിയ തോതിൽ ഉപയോഗിക്കുന്നു. ഇതിനെല്ലാം എതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള പിന്തിരിപ്പൻ ആശയങ്ങളെയും
സമൂഹത്തിൽ നിന്ന് പിഴുതെറിഞ്ഞതിലൂടെ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും നേരെ നടക്കുന്ന അതിക്രമത്തിന് അറുതി വരുത്തുവാൻ മഹിളാ പ്രസ്ഥാനം മാത്രം പോരാടിയാൽ പോരാ, പൊതുസമൂഹവും ഉണർന്ന് പ്രവർത്തിക്കണം. പൊതുപ്രസ്ഥാനവും ഏറ്റവും ശക്തമായി ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് സംസ്ഥാന സമ്മേളനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്.